നമ്മളിപ്പോൾ കാണുന്നത് പ്രധാനമന്ത്രി ആ പടവുകൾ ഇറങ്ങി താഴേക്ക് പോകുന്നു എന്നതാണ്. അതിനപ്പുറം ഒരു പാലം കാണാം, അതാണ് താൽക്കാലിക പാലം എന്ന് തോന്നുന്നു. വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം, പ്രധാനമന്ത്രിക്കായി നിർമ്മിച്ച താൽക്കാലിക പാലമാണ് അതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തിരുവള്ളുവർ പ്രതിമയ്ക്ക് സമീപത്തു നിന്ന് അദ്ദേഹം മടക്കയാത്ര ആരംഭിക്കുന്നു കരയിലേക്ക് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആ ഭാഗത്ത് നേരെ താഴേക്ക് വന്നാൽ അവിടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള പ്രത്യേക ബോട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആ ബോട്ടിൽ അദ്ദേഹം കയറും. അതിനുള്ള തയ്യാറെടുപ്പുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി നേരത്തെ തന്നെ ബോട്ട് അവിടെ സർവ്വസജ്ജമാണ്. മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ സർവ്വസജ്ജമാണ്. അല്പസമയത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ബോട്ടിലേക്ക് കയറും. അവിടെ നിന്ന് തീരത്തേക്ക് ഏതാനും മിനിറ്റുകളുടെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. തീരത്ത് അദ്ദേഹത്തിന് പോകാനുള്ള വാഹനം ഇപ്പോൾ തന്നെ തയ്യാറാണ്. മറ്റ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഉദ്യോഗസ്ഥ വിന്യാസം അവിടെ നമുക്ക് കാണാനാകുന്ന ദൃശ്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഷിജുവിന് അല്പസമയത്തിനകം പോകാൻ കഴിയും. പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാന നീങ്ങുന്നതിനൊപ്പം വിവേകാനന്ദ എന്ന ബോട്ടിലായിരുന്നു അദ്ദേഹം അവിടേക്ക് എത്തിയത്. അതേ ബോട്ട് തയ്യാറായിരിക്കുന്നു. പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നതും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. തീർച്ചയായും അദ്ദേഹം ബോട്ടിനുള്ളിലേക്ക് കടക്കുകയാണ്. അതിന്റെ സമീപത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥ അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആ ബോട്ടിന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി വിവേകാനന്ദ മണ്ഡപത്തിൽ നിന്ന്, വിവേകാനന്ദ പാറയിൽ നിന്ന് 3:11 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിനു ശേഷം തിരുവള്ളുവരിനെ വണങ്ങി പുഷ്പാർച്ചന നടത്തി ശേഷമാണ് അദ്ദേഹം തിരികെ മടങ്ങുന്നത്. അല്പസമയത്തിനകം ആ ബോട്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങും. ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള തീരത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അവിടെ അദ്ദേഹത്തിന് തമിഴ്നാട് ഹൌസിലേക്ക്, ഹെലിപാഡിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ്. അല്പസമയത്തിനകം അദ്ദേഹം അവിടേക്ക് എത്തും. അവിടെ നിന്ന് 3 ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിയുടെ വ്യൂഹത്തിൽ ഉള്ളത്. അതിലൊന്നിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. അദ്ദേഹം ഇവിടേക്ക് വരുമ്പോഴും ആ രീതിയിലായിരുന്നു അതിന്റെ സംവിധാനങ്ങൾ, അതിന്റെ ക്രമീകരണങ്ങൾ. വലിയ പോലീസ് സന്നാഹം. ഇനി ഇദ്ദേഹം ഇവിടെ നിന്ന് എത്തുന്നതുവരെ പൂർണ്ണമായും ഈ കന്യാകുമാരി ഒരു ഈച്ച പോലും സുരക്ഷാ സേനകൾ അനുമതിയില്ലാതെ പറക്കാത്ത തരത്തിലുള്ള, ഒന്നും അനങ്ങാത്ത തരത്തിലുള്ള കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് മാറും. ഇപ്പോൾ തന്നെ പൂർണ്ണമായും കന്യാകുമാരി എന്ന തീരം പൂർണ്ണമായും സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ്. അതൊന്നുകൂടി കർക്കശമാക്കും, ഒന്നുകൂടി ശക്തമാകും. അവിടെ നിന്ന് അദ്ദേഹം അല്പസമയത്തിനകം ഹെലികോപ്റ്ററിൽ പുറപ്പെടും. നമുക്ക് തീരത്ത് മാത്രമല്ല ആകാശത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ വിവേകാനന്ദ ബോട്ടിൽ പ്രധാനമന്ത്രി മടക്കയാത്ര ആരംഭിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ ANI നൽകുന്നു. അരുൺ, അദ്ദേഹം ആ ബോട്ടിനുള്ളിൽ പ്രവേശിച്ചതിന്റേതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ വരികയാണ്. പ്രധാനമന്ത്രി 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി അവിടെ നിന്ന് തിരിച്ചിരിക്കുകയാണ്. നേരത്തെ തിരുവള്ളുവർ പ്രതിമയിൽ അദ്ദേഹം മാല ചാർത്തുന്നതും പാദം തൊട്ട് നമസ്കരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ കൂടി നൽകുന്നു. അദ്ദേഹം മടക്കയാത്രയിലാണ്. ഇപ്പോൾ പടവുകൾ ഇറങ്ങി വന്ന് നമ്മൾ ന്യൂസ് 18 ക്യാമറയിൽ കണ്ട ആ ബോട്ടിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. ഇപ്പോൾ മടക്കയാത്ര ആരംഭിച്ചിട്ടുണ്ട്. തൂവെള്ള വസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനത്തിന്റെ അതേ വേഷത്തിലാണ് പോയതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പതിവ് വേഷത്തിലാണ്, ജുബ്ബ ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് തിരിക്കുന്നത്. അദ്ദേഹം ബോട്ടിലേക്ക്, വിവേകാനന്ദ എന്ന ബോട്ടിലാണ് വിവേകാനന്ദ പാറയിലേക്കും സഞ്ചരിച്ചത്. അതേ ബോട്ട് അവിടെ തയ്യാറായിരുന്നു. ഇപ്പോൾ ബോട്ട് അവിടെ നിന്ന് തിരിച്ചിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ കരയിലെത്തും. അദ്ദേഹം മടക്കയാത്രയിലാണ്. അപ്പോഴും അദ്ദേഹം തിരുവള്ളുവർ പ്രതിമയെ നോക്കി കാണുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. അവിടെ നിന്ന് തിരിക്കുമ്പോഴും ആ പ്രതിമയിൽ അദ്ദേഹം പ്രതിമയിൽ നിന്ന് കണ്ണെടുക്കാതെ അങ്ങോട്ടേക്ക് നോക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുന്നത്. അതിനിടയിൽ അദ്ദേഹം പൂജകളും സമുദ്ര സ്നാനവും സമുദ്രവന്ദനവും സന്ധ്യാവന്ദനവും ഒക്കെ നടത്തിയിരുന്നു. നിരവധി പൂജ, ധ്യാനം, യോഗ, അതിനൊക്കെ ശേഷം പ്രധാനമന്ത്രി 45 മണിക്കൂർ വിവേകാനന്ദ പാറയിൽ ചെലവഴിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണ്. അരുൺ, തുടരാം.
അതെ, പ്രധാനമന്ത്രിയുടെ വിവേകാനന്ദ എന്ന ബോട്ട് പ്രധാനമന്ത്രിയും കൊണ്ട് തീരത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആകാശത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. നാവികസേനയുടെയും അതുപോലെ വ്യോമസേനയുടെയും ഒക്കെ ഹെലികോപ്റ്ററുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. ഒരു തരത്തിലുള്ള സുരക്ഷാ പാളിച്ച ഉണ്ടാകാനുള്ള ശ്രമമാണ്, ജാഗ്രതയാണ് തീരസേനകളുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ സേനകളുടെ ഭാഗത്തുനിന്ന്. ഏതാനും മീറ്ററുകൾ മാത്രം അകലെയാണ് പ്രധാനമന്ത്രി കരയിലെത്തുന്നത്. അതായത് വളരെ വളരെ നിർണായകമായ, വളരെ വളരെ ചരിത്രപരമായ ഒരു 45 മണിക്കൂറുകൾ പൂർത്തിയാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയോട് വിട പറയുന്നു. അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് വിട പറയുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തീരം തൊടും. അദ്ദേഹത്തെ കൊണ്ട് പോകുന്ന വിവേകാനന്ദ എന്ന ബോട്ട് അല്പസമയത്തിനകം തീരം തൊടും. വളരെ നിർണായകമായ രാഷ്ട്രീയ മണിക്കൂറുകളുടെ ഇന്ത്യ കടന്നുപോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണങ്ങൾ ഇനി പല വിഷയങ്ങളിലും വരാനിരിക്കുന്നു. ഒന്ന്, അദ്ദേഹം എന്തിന് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേ ദിവസം, നിശബ്ദ പ്രചരണ ദിവസം എന്തിന് ഇത്തരത്തിലൊരു ധ്യാനം തെരഞ്ഞെടുത്തു, അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും മറുപടി പറഞ്ഞേക്കും. കാരണം അദ്ദേഹത്തിന്റെ ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം വളരെ വ്യക്തമായി കൃത്യമായ ഇടവേളകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭ്യമായിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മറുപടിയും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു. നിരവധി വിഷയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. ഇന്ത്യൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ശ്രമം, ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും അദ്ദേഹം അത്തരമൊരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അല്പസമയത്ത് വളരെ വളരെ പതിയെയാണ് ബോട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം അവിടേക്ക് എത്തിച്ചേരും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായുണ്ട്. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ബോട്ട് തീരത്തേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കി. കുറച്ചുകൂടി വ്യക്തമായി രേണുകയ്ക്ക് ആ ദൃശ്യങ്ങൾ കാണാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർക്കും ആ ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് പോകാനുള്ള വാഹനം തീരത്ത് തയ്യാറാണ്. അവിടെ നിന്ന് അദ്ദേഹം ഹെലിപാഡിലേക്ക് പോകും. ഹെലിപാഡിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവേശനമുണ്ട്. പക്ഷേ സ്വാഭാവികമായി അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് മാറും, അവിടെ നിന്ന് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഏതായാലും പ്രധാനമന്ത്രി തന്റെ ചരിത്ര പ്രസിദ്ധമായ വിവേകാനന്ദ പാറയിലെ ധ്യാനം പൂർത്തിയാക്കി, കന്യാകുമാരി ദർശനം പൂർത്തിയാക്കി, കന്യാകുമാരി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരത്തേക്ക് അടുക്കുകയാണ്. ബോട്ട് ജെട്ടിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന ബോട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ നിന്ന് ബോട്ടിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് കയറും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ സന്നാഹങ്ങൾ അവിടെ തയ്യാറാണ്. പ്രധാനമന്ത്രിയെ ഹെലിപാഡിലേക്ക് എത്തിക്കാൻ തമിഴ്നാട് ഹൌസിന്റെ, കന്യാകുമാരിയിലെ കേരള ഹൌസിനോട് ചേർന്നുള്ള തമിഴ്നാട് ടൂറിസം വകുപ്പിന്റെ തമിഴ്നാട് ഹൌസിലാണ് പ്രധാനമന്ത്രിയുടെ മുറി ഒരുക്കിയിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഹെലിപാഡും. ആ ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തും. അദ്ദേഹം ഇതിനകം കരയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ആ വാഹനം അവിടെ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹവുമായി ഹെലിപാഡിലേക്ക് പോകും. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. അവിടെ നിന്ന് അദ്ദേഹം അല്പസമയം അവിടെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ചു. അവിടെ നിന്ന് കന്യാകുമാരി ദേവിയെ വണങ്ങി, അവിടെ ആരതി തൊഴുത്, അവിടെ നിന്ന് പ്രസാദവും വാങ്ങിയാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോയത്. വിവേകാനന്ദ പാറയിൽ 45 മണിക്കൂറുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ ധ്യാനം, അദ്ദേഹത്തിന്റെ സൂര്യോദയം കാണൽ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൂര്യപൂജയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയുമൊക്കെ നമ്മൾ വാർത്തകളിൽ ദൃശ്യങ്ങൾ നൽകിയതാണ്, ആളുകൾ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഏതായാലും എല്ലാ നടപടികളും പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇനിയുള്ള 2.5 മണിക്കൂറുകൾ കൂടിയെങ്കിലും ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാന വോട്ടിംഗ് മണിക്കൂറുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലത്തിനായ കാത്തിരിപ്പുകളാണ്. എക്സിറ്റ് പോളുകൾ വൈകിട്ടോടുകൂടി വന്നു തുടങ്ങും. എല്ലാം ഇനി പ്രധാനമന്ത്രി അത്തരം കണക്കൂട്ടലിലേക്ക് കാര്യങ്ങൾ മാറും. ഇതുവരെയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയും ഒരു വിലയിരുത്തൽ പ്രധാനമന്ത്രി സ്വാഭാവികമായും നടത്തും. ഏതായാലും ഇവിടെ നിന്ന് ലഭിച്ച പുതിയ ഊർജ്ജവുമായാകും ഇന്ത്യൻ പ്രധാനമന്ത്രി പുതിയ കർത്തവ്യങ്ങളിലേക്ക് കടക്കുക. അദ്ദേഹം ഭരണത്തിലേക്ക് തിരിച്ചുവരുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ബിജെപി കേന്ദ്രങ്ങൾ, എൻഡിഎ കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. മോദിക്ക് ഇനി ഒരു അവസരമില്ല എന്ന് പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി പറയുമ്പോൾ സ്വാഭാവികമായും അതല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാകും ഇനി മോദി കടക്കുക. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞു.